വൺസ് അഗൈൻ വെരി ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂറിൻ അനാലിസിസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is the normal range of specific gravity for urine at 20 degrees Celsius? നമുക്ക് ഓരോ ഓപ്ഷൻസും എന്താണെന്ന് നോക്കിയിട്ട് തന്നെ പോവാം. എല്ലാ ക്വസ്റ്റ്യൻ ഇതിൽ അങ്ങനെ ആവശ്യമില്ല, ഇതിൽ നമുക്ക് നേരിട്ട് ആൻസറിലേക്ക് പോവാം. അല്ലാത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ പോവാം. Okay, what is the normal range of specific gravity for urine at 20 degrees Celsius? C. Option C, 1.003 to 1.030. കറക്റ്റ് ആൻസർ ആണ്. നമ്മൾ പഠിക്കുന്ന ഹെൽത്തി ഇൻഡിവിജ്വൽസിൽ യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.015 to 1.025 ആണ് പറയാം. അത് ഹെൽത്തി ഇൻഡിവിജ്വലാണ്. പക്ഷെ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിലേക്ക് വരുമ്പോഴേക്കും അതിന് ആ നോർമൽ റേഞ്ചിന്റെ രണ്ട് എൻഡും കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അത് എല്ലാ പാരാമീറ്ററിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് യൂറിയയുടെ നോർമൽ 50 വരെ നോർമൽ എന്ന് പറഞ്ഞാലും ഏജ് കൂടുന്നതിനനുസരിച്ച് 55 വരെയൊക്കെ ആക്സെപ്റ്റബിൾ ആണ്. ചിലതിൽ 10 to 40 ആണ് യൂറിയ കിറ്റിൽ നോർമൽ പറയുക, പക്ഷെ 55 വരെ ആക്സെപ്റ്റബിൾ ആണ്. അങ്ങനെ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഒരു വൈഡർ റേഞ്ചിൽ എല്ലാം പ്രതീക്ഷിക്കണം. അപ്പൊ ഇവിടെ കൊടുത്ത ഓപ്ഷൻസ് ഒന്ന് നോക്കാം. 1.000 to 1.010. ഇത് എക്സാക്ട്ലി ഹൈപ്പോസ്റ്റെനൂറിയ എന്ന് പറയുന്ന കണ്ടീഷനിലാണ്. അതുകൊണ്ട് അത് നോർമൽ റേഞ്ച് അല്ല. പിന്നെ 1.025 നമ്മുടെ അപ്പർ ലിമിറ്റ് ഇവിടെ ലോവർ ലിമിറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. പക്ഷെ 35 വരുന്നത് അബ്നോർമൽ ആണ്. സോ അതും സ്കിപ്പ് ചെയ്യാൻ പറ്റും, ഇതും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇനി 1.010 to 1.020. അപ്പോഴും ഇവിടെ ഹെൽത്തി ഇൻഡിവിജ്വലിന്റെ 1.015 എന്നുള്ളതിന്റെ മീൻ ആയി വരുന്നുണ്ട്. 25 എന്നുള്ള റേഞ്ച് ഇൻക്ലൂഡഡ് ആവുന്നില്ല. അപ്പൊ ആക്ച്വലി 1.015 to 1.025 എന്നുള്ള റേഞ്ച് ഇൻക്ലൂഡ് ആവുന്ന ഒരേ ഒരു വാല്യൂ 1.003 to 1.030 ആണ്. അപ്പോൾ അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. എപ്പോഴും നമ്മൾ പഠിക്കുന്ന നോർമൽ വാല്യൂ തന്നെ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യനിൽ ചോദിക്കും എന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതവിടെ നിങ്ങളുടെ ലോജിക് കൂടി ഉപയോഗിച്ച് ഏതാണ് ഏറ്റവും ആപ്റ്റായി വരുന്നതെന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പ്രൈമറി കോസ് ഓഫ് പോളിയൂറിയ? That means greater than 2000 ml per day. Dehydration, diabetes mellitus, acute tubular necrosis, glomerulonephritis. Diabetes mellitus. Diabetes mellitus. Yes, diabetes mellitus തന്നെയാണ് ആൻസർ. എന്നാൽ നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് പോളിയൂറിയ എന്നുള്ള കണ്ടീഷൻ അല്ല വരിക. നമുക്ക് വരുന്ന കണ്ടീഷൻ ഡീഹൈഡ്രേഷൻ എല്ലാം വരുമ്പോൾ ഒളിഗൂറിയ എന്നുള്ള കണ്ടീഷനാണ് വരിക. ഒളിഗൂറിയാണ് കോസ് ചെയ്യുക. ദെൻ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്. ഡയബറ്റിസ് മെലിറ്റസ് റൈറ്റ് ആൻസർ ആണ്. അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ട്യൂബ്യൂൾസിന് നെക്രോസ് വരുമ്പോൾ അതിന്റെ ഏർലി സ്റ്റേജിൽ നമുക്ക് ഒളിഗൂറിയ തന്നെയാണ് വരിക. കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യുമ്പോൾ അനൂറിയ ലെസ് ദാൻ 100 ml per day എന്നുള്ള കണ്ടീഷനിലേക്കാണ് അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്. കിഡ്നി ട്യൂബ്യൂളിന് നെക്രോസിസ് സംഭവിക്കുക, അത് അക്യൂട്ട് ആയിട്ടാണ്, സഡൻ ആയിട്ട് സംഭവിക്കുക. ദെൻ ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോട്ടീനൂറിയ, ഹെമച്ചൂറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുക. പക്ഷെ അവിടെ യൂറിൻ ഔട്ട്പുട്ട് നോർമലോ ഡിക്രീസ്ഡ് ആയിരിക്കും, ഒരിക്കലും ഇൻക്രീസ്ഡ് ആയിരിക്കില്ല. സോ നമുക്ക് ആ ഓപ്ഷനും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് തന്നെയാണ്. വേറൊരു കേസ്, പോളിയൂറിയ വരുന്ന വേറൊരു കേസ് ഏതാ? പോളിയൂറിയ വരുന്ന മറ്റൊരു കേസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസില് വരാം. അത് ഏത് ഇതിന്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നുള്ള അസുഖം വരുന്നത്? ഏത് ഹോർമോൺ ഡെഫിഷ്യൻസി കാരണമാണ്? ഈ ഡയബറ്റിസ് എന്നുള്ള ഒരു ടേം തന്നെ വരുന്നില്ല. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്താ, മെലിറ്റസ് എന്താന്ന് ക്ലിയർ ആയി അറിഞ്ഞിരിക്കണം. എന്താണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, അത് എന്തുകൊണ്ടാണ് അസുഖം വരുന്നതെന്ന് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. വാസോപ്രസിൻ, പാർഷ്യൽ ഓർ ആബ്സെൻസ് ഓഫ് സെക്രീഷൻ ഓഫ് വാസോപ്രസിൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയാം.
അത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വാസോപ്രസിൻ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. ഓക്കെ, അങ്ങനെ തന്നെ പറയാം. പക്ഷെ എവിടെ സ്റ്റോർ ചെയ്യുന്നു? ഹൈപ്പോതലാമസ് നമുക്ക് പറയാം. അതില് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെലിവറിക്ക് സഹായിക്കുന്ന, നമ്മുടെ യൂട്രസിന്റെ കൺട്രാക്ഷന് സഹായിക്കുന്ന ഹോർമോണാണ്. ഈ രണ്ട് ഹോർമോണാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ന്യൂറോ ഹൈപ്പോഫൈസിൻ. കാരണം അത് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. ആദ്യകാലത്ത് നമ്മൾ പഠിച്ചത് പിറ്റ്യൂട്ടറിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറയണത് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നത് മാത്രമാണെന്ന് പറയും. അതുകൊണ്ട് ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. വിച്ച് യൂറിൻ ടെസ്റ്റ് ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് ഫോർ ഡിറ്റക്ടിങ് പ്രോട്ടീൻസ്? Which urine test is more sensitive for detecting protein? Benedict test, heat and acetic acid test, sulfosalicic acid test, Rotheras test. Question ശ്രദ്ധിച്ചു നോക്കുക. Which urine test is most sensitive? അങ്ങനെ ചോദിച്ചാൽ തന്നെ ഈ പ്രോട്ടീൻ, ഇപ്പൊ പ്രോട്ടീന്റെ കേസാണെങ്കിൽ പ്രോട്ടീൻ ഡിറ്റക്ഷന് ഒന്നിൽ കൂടുതൽ ടെസ്റ്റുകൾ ഉണ്ട്. അതിവിടെ ഓപ്ഷൻ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക. മോസ്റ്റ് സെൻസിറ്റീവ് ഫോർ ഡിറ്റക്ടിങ് പ്രോട്ടീൻസ്. ഓക്കെ, സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്. ഓക്കെ ആണ്. എന്തുകൊണ്ടാണ് അത് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് ആണെന്ന് പറയാ? ബെനഡിക്ട് ടെസ്റ്റ് എന്ത് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? reducing sugar. ബെനഡിക്ട് ടെസ്റ്റ് റെഡ്യൂസിങ് ഷുഗർ, ഈ ഗ്ലൂക്കോസ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനാണ്. ദെൻ റോത്തറാസ് ടെസ്റ്റ് ഫോർ കീറ്റോൺ ബോഡീസ്. അപ്പൊ ഇത് രണ്ടും അല്ല, സ്കിപ്പ് ചെയ്തു. പിന്നെ ഈ രണ്ടെണ്ണത്തിൽ എന്തുകൊണ്ടാണ് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് വരുന്നത്? സർ, ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡിൽ നമുക്ക് ബെൻസ്റ്റോൺ പ്രോട്ടീൻസ് അങ്ങനത്തെ മറ്റ് ആൽബുമിൻ അല്ലാത്ത പ്രോട്ടീൻസ് ഡിറ്റക്ട് ചെയ്യാൻ പ്രയാസമാണ്. ഡിറ്റക്ട് ചെയ്യാൻ കിട്ടില്ല. ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ് ടെസ്റ്റില് ബാക്കിയുള്ള പ്രോട്ടീൻസ് ഡിറ്റക്ട് ചെയ്യില്ല. മെയിൻലി ഡിറ്റക്ട് പ്രോട്ടീൻസ് മാത്രമാണ്. പക്ഷെ സൾഫോസാലിസിലിക് ആസിഡ് മെത്തേഡ് ആണെങ്കിൽ ആൽബുമിൻ, മയോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ, ബെൻസ്റ്റോൺസ് പ്രോട്ടീൻ എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിന് ഈ ടെസ്റ്റിന് സെൻസിറ്റിവിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് മോസ്റ്റ് സെൻസിറ്റീവ് എന്നുള്ള ടേം നമ്മൾ കെയർഫുൾ ആയി വായിക്കണം. ക്വസ്റ്റ്യൻ എപ്പോഴും കെയർഫുള്ളി വായിക്കണം. ഈ മോസ്റ്റ് എന്നുള്ള ടേം ഒക്കെ എല്ലായിടത്തും വരും. മോസ്റ്റ് എന്നൊക്കെ വരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ആപ്റ്റായ ആൻസർ സെലക്ട് ചെയ്യണം. ഒരു ഡിറ്റക്ട് ചെയ്യാൻ, പ്രോട്ടീൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റ് തന്നെയാണ് ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡ്. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനേക്കാൾ സെൻസിറ്റീവ് ആയത് നമുക്ക് ഇവിടെ വരുന്നത് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് ആൻസർ. Then fourth question, what principle does the Rotheras test for ketone bodies rely on? എന്താണ് Rotheras test for ketone bodies റിലേ ചെയ്യുന്നത്? എന്തിന്റെ ബേസിലാണ് അത് വർക്ക് ചെയ്യുന്നതാണ്? റിഡക്ഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്, കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ, റിയാക്ഷൻ ഓഫ് അസറ്റോൺ വിത്ത് സോഡിയം നൈട്രോക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലി, ബൈൻഡിങ് ഓഫ് ബിലിറൂബിൻ ടു ബേരിയം ക്ലോറൈഡ്. Binding of bilirubin to barium chloride. Rotheras test. Reaction of for acetone ketone with bodies. sodium nitroprusside. Reaction of acetone with sodium nitroprusside in the presence of alkali. അതായത് നമ്മൾ അതിലെ ഇതിനകത്ത് അമോണിയം സൾഫേറ്റ് പൗഡർ വെച്ച് സാച്ചുറേറ്റ് ചെയ്യുന്നു. അതിനകത്തേക്ക് ഒരു പിഞ്ച് ഓഫ് നൈട്രോപ്രസൈഡ് റിയേജന്റ് ആഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ യൂറിനേക്ക് ലിക്വർ അമോണിയ സൈഡ് ആയിട്ട്, അതാണ് ആൽക്കലി. ലിക്വർ അമോണിയാണ് ആൽക്കലി. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് റോത്തറാസ് ടെസ്റ്റിൽ കീറ്റോൺ ബോഡീസ് പ്രസന്റ് ആണെങ്കിൽ. കീറ്റോൺ ബോഡീസ് ഏതൊക്കെയാണ് കീറ്റോൺ ബോഡീസ്? Acetone, acetic acid and beta hydroxybutyric acid. Acetone, acetic acid, beta hydroxybutyric acid. What are ketone bodies? എന്താണ് കീറ്റോൺ ബോഡീസ്? Fat metabolism. എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് മെറ്റബോളിസിൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കീറ്റോൺ ബോഡീസ്. അപ്പൊ റിഡക്ഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിനാണ്. കോയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റ് ആൻഡ് അസിറ്റിക് ആസിഡോ സൾഫോസാലിസിലിക് ആസിഡിലോ പ്രോട്ടീൻ കോയാഗുലേഷൻ ഡിറ്റക്ഷൻ ഓഫ് പ്രോട്ടീൻ ആണ്. ബൈൻഡിങ് ഓഫ് ബിലിറൂബിൻ വിത്ത് ബേരിയം ക്ലോറൈഡ്, അതായത്
ബിലിറൂബിൻ നമ്മൾ ബേരിയം ക്ലോറൈഡ് മിക്സ് ചെയ്ത് ഫിൽട്ടർ ചെയ്യുമ്പോൾ ബിലിറൂബിൻ ഉണ്ടെങ്കിൽ ബേരിയം ക്ലോറൈഡ് ആയിട്ട് അത് ബൈൻഡ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പൗച്ചസ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ കളർ പ്രൊഡ്യൂസ് ചെയ്യും. സൾഫേറ്റുമായിട്ട് ബേരിയം സൾഫേറ്റ് ആയിട്ട് മാറും. ആ ബേരിയം സൾഫേറ്റിൽ ബിലിറൂബിൻ ഹാങ്ങപ്പ് ചെയ്യും. ആ ടെസ്റ്റിന്റെ പേര് പൗച്ചസ് ടെസ്റ്റ് ആണ്. അത് മാറിപ്പോകരുത്. ഈ ടെസ്റ്റുകളെല്ലാം ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ഇതൊരിക്കലും മാറിപ്പോകരുത്. അപ്പോൾ റിയാക്ഷൻ ഓഫ് അസറ്റോൺ വിത്ത് സോഡിയം നൈട്രോക്ലോറൈഡ് ഇൻ ആൽക്കലി. ഇതിലെ അസറ്റോൺ, അസറ്റോഅസറ്റിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ് മൂന്നും ഡിറ്റക്ട് ചെയ്യാൻ 3 മെത്തേഡ്സ് ഉണ്ട്. ജെറാഡ് ടെസ്റ്റ്, അതേപോലെയുള്ള ടെസ്റ്റുകളുണ്ട്. അതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം ഹീറ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റോഅസറ്റിക് ആസിഡ് അസിഡായി മാറും. അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ആ റെഡ് കളർ പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോടും അതെല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലാസ് എടുത്തപ്പോൾ ആ കാര്യങ്ങളൂടി എപ്പോഴും മൈൻഡിൽ വേണം. ദെൻ വാട്ട് ഡസ് അനൂറിയ ഇൻഡിക്കേറ്റ്? ലെസ് ദാൻ 100 ml per day. ദാറ്റ് ഈസ് അനൂറിയ. സോ വാട്ട് ഡസ് അനൂറിയ ഇൻഡിക്കേറ്റ്? Chronic renal failure, acute tubular necrosis, diabetes insipidus, high protein intake. Acute tubular necrosis. അതാണോ പറഞ്ഞത്? ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി പതിയെ ഫെയിലിയർ ആയിട്ട് വരിക. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് ആദ്യം ഒളിഗൂറിയാണ് കോസ് ചെയ്യുക. ഒരിക്കലും നമുക്ക് അനൂറിയ ഡയറക്റ്റ് ആയിട്ട് കോസ് ചെയ്യില്ല. പക്ഷെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റിലൊക്കെ ആകുമ്പോൾ അനൂറിയ കോസ് ചെയ്യാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്. അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസിലാണ് കിഡ്നി ഡാമേജ് വരുന്ന കാരണം യൂറിൻ ഔട്ട്പുട്ട് വളരെ കുറഞ്ഞു വരിക. അക്യൂട്ടായിട്ട് പെട്ടെന്ന് സഡൻ ആയിട്ട് ഇപ്പൊ പാമ്പെല്ലാം കടിച്ചു കഴിഞ്ഞാൽ യൂറിൻ ഔട്ട്പുട്ട് എല്ലാം നിൽക്കുന്നത് ഈ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് കാര്യങ്ങളെല്ലാം വന്നിട്ടാണ്, കിഡ്നി ഫെയിലിയർ വന്നിട്ടാണ്. പിന്നെ ഡയബറ്റിസ് ഇൻസിപ്പിഡസിൽ യൂറിൻ ഔട്ട്പുട്ട് കൂടുകയാണ് ചെയ്യുക. പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അപ്പൊ അതില് ഒരിക്കലും വോള്യത്തിന് എഫക്ട് ചെയ്യില്ല. ഇവിടെ വോള്യമാണ്. അനൂറിയ എന്ന് പറയുമ്പോൾ വോള്യമാണ്. പ്രോട്ടീന്റെ കോൺസെൻട്രേഷൻ കൂടും. ഹൈ പ്രോട്ടീൻ ഡയറ്റ് എല്ലാം കഴിക്കുമ്പോൾ നമുക്ക് ഇതിൽ പോകുന്ന ആനിയോൺസ് അതിന്റെ എല്ലാം എക്സ്ക്രീഷനിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബട്ട് നോട്ട് അഫക്റ്റിംഗ് ദ വോള്യം. കാരണം പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഹൈ മോളിക്കുലർ വെയിറ്റ് പ്രോട്ടീൻ ആണ്. അത് കിഡ്നി ഗ്ലോമറുലസിലൂടെ പാസ് ചെയ്യില്ല. അതുകൊണ്ട് എത്ര ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിച്ചാലും യൂറിനിലൂടെ നോർമലി പ്രോട്ടീൻ എക്സ്ക്രീറ്റ് ചെയ്യില്ല. ചെയ്യും, വളരെ ചെറിയ അളവിൽ മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വളരെ കുറഞ്ഞ വോള്യത്തിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. പക്ഷെ അത് അൺഡിറ്റക്റ്റബിൾ എമൗണ്ട് ആണ്. സോ ആൻസർ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്. അത് തന്നെയാണ് ആൻസർ. Then next question. A patient with persistent glycosuria but normal blood glucose level may have which condition? അതായത് പേഷ്യന്റിന് യൂറിനിൽ ഷുഗർ കാണുന്നുണ്ട്, പക്ഷെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ് റീനൽ ഗ്ലൈക്കോസൂറിയ, ഡയബറ്റിസ് മെലിറ്റസ്, നെഫ്രോട്ടിക് സിൻഡ്രോം, ക്രോണിക് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. റീനൽ ഗ്ലൈക്കോസൂറിയ. റീനൽ ഗ്ലൈക്കോസൂറിയ തന്നെയാണ് റൈറ്റ് ആൻസർ. ബാക്കി ഓപ്ഷൻസ് കൂടെ വെക്കാം. ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിസ് മെലിറ്റസ് നമ്മുടെ ബ്ലഡിൽ ഷുഗർ കൂടുതലുള്ള അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ്. സോ വാട്ട് ഈസ് ദ റീനൽ ത്രെഷോൾഡ് ഫോർ ഗ്ലൂക്കോസ്? 180 milligram per deciliter. 180 milligram per deciliter. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ 180 milligram per deciliter വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂറിനിലൂടെ ഷുഗർ എക്സ്ക്രീറ്റ് ചെയ്യും. യൂറിനിൽ ഷുഗർ കാണും. അതാണ് അതാണ് റീനൽ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ എന്നാണ് പറയുന്നത്. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്തായാലും മാക്സിമം ഇനിയിപ്പോ PPBS ആണെങ്കിൽ പോലും 160 ബിലോ ആയിരിക്കും വരാം. സോ അപ്പൊ അതല്ല, അതുകൊണ്ട് തന്നെ ഡയബറ്റിസ് മെലിറ്റസ് സ്കിപ്പ് ചെയ്യാം. പിന്നെ നെഫ്രോട്ടിക് സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ നമുക്ക് വരുന്നത് ഷുഗർ അല്ല. നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ ലിപ്പിഡ്സും പ്രോട്ടീനും ആണ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുക. അതാണ് നെഫ്രോട്ടിക് സിൻഡ്രം. പിന്നെ ക്രോണിക് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോണിക് ആയിട്ട് പതിയെ കിഡ്നിയുടെ ഗ്ലോമറുലസിനെ ഫിൽട്ടർ ചെയ്യുന്ന ഗ്ലോമറുലസിനെ ബാധിക്കുന്നതാണ്.
സോ ലീഡിങ് ടു പ്രോട്ടീൻ. അപ്പൊ ഗ്ലോമർലെസിന് ഡാമേജ് വരുമ്പോൾ പ്രോട്ടീൻ ആൻഡ് ബ്ലഡ് ഇൻ യൂറിൻ റാദർ ദാൻ ഗ്ലൈക്കോസൂരിയ. ഷുഗർ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണാൻ പ്രോട്ടീൻ ആണ്. ഗ്ലോമർലെസിന് ഇത് വരുമ്പോൾ പ്രോട്ടീൻസ് കാണാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരുപാട് ബ്ലഡ് എക്സ്ക്രീറ്റ് ചെയ്യും. RBC ബ്ലഡ് ആണല്ലോ അവിടെ വെച്ച് ഫിൽട്ടർ ചെയ്യുന്നത്. അപ്പൊ ഗ്ലോമർലെസിന് ഡാമേജ് വരുമ്പോൾ RBCs എല്ലാം യൂറിനിൽ കാണും. സോ റീനൽ ഗ്ലൈക്കോസൂരിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആവുമ്പോഴും നമ്മുടെ കിഡ്നി ട്യൂബ്യൂൾസിന്, അതായത് കിഡ്നി ട്യൂബ്യൂൾ, റീനൽ ട്യൂബ്യൂൾസിന് അവിടെയുള്ള ഷുഗറിനെ റീഅബ്സോർബ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമൽ ആയിരിക്കും. കുറെ കഴിഞ്ഞ് ഇതിലൂടെ ഇങ്ങനെ എക്സ്ക്രീഷൻ വരുന്നതുകൊണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ലോ ആയിരിക്കും. ലോ അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും. കാരണം ലോ ആവുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് ഗ്ലൂക്കോൺ പ്രൊഡ്യൂസ് ചെയ്ത് ഗ്ലൂക്കോനിയോജെനിസിസും ഗ്ലൈക്കോജീനോലൈസിസ് എല്ലാം പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോർമലിൽ നിർത്തും. പക്ഷെ കിഡ്നി ട്യൂബ്യൂൾസിന് അതിലൂടെ ഫിൽട്ടർ ചെയ്ത് വരുന്ന ഷുഗർ മോളിക്യൂൾസിനെ റീഅബ്സോർബ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് യൂറിനിൽ ഷുഗർ കാണിക്കും, ഗ്ലൈക്കോസൂരിയ കാണിക്കും. ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, ഗ്ലൈക്കോസൂരിയ. ഷുഗർ ഇൻ യൂറിൻ എന്താ പറയാ? മെലിച്ചൂറിയ അല്ലെങ്കിൽ മെലിറ്റൂറിയ, എങ്ങനെ വേണമെങ്കിലും പറയാം. മെലിച്ചൂറിയ എന്ന് പറയാം. അതാണ് ഷുഗർ ഇൻ യൂറിൻ. ഗ്ലൂക്കോസ് ഇൻ യൂറിൻ, ഗ്ലൈക്കോസൂരിയ. ലാക്ടോസ് ഇൻ യൂറിൻ, ലാക്ടോസൂരിയ. പെൻഡോസ് ഇൻ യൂറിൻ, പെൻഡോസൂരിയ. ദെൻ ഫ്രക്ടോസ് ഇൻ യൂറിൻ, ഫ്രക്ടോസൂരിയ. സോ ഇവിടെ കണ്ടീഷൻ വരുന്നത് റീനൽ ഗ്ലൈക്കോസൂരിയ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എ ഫിക്സ്ഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1.010 ഇൻഡിക്കേറ്റ്? What does a fixed specific gravity 1.010 indicate? Hypostenuria, hyperstenuria, isostenuria, oliguria. What does a fixed specific gravity 1.010 indicate? ഐസോസ്റ്റെനൂറിയ, അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഡയല്യൂട്ട് ചെയ്യാനോ കിഡ്നിക്ക് കഴിയാതെ വന്നിട്ട് അങ്ങനെയുള്ള ഈ പറയുന്ന റീനൽ ഫെയിലിയർ, അതായത് അങ്ങനെയുള്ള കണ്ടീഷനിൽ ഈ റീനൽ ഫെയിലിയർ, അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ ഗ്ലോമർലോനെഫ്രൈറ്റിസ്, ഇങ്ങനെയുള്ള കണ്ടീഷനിലെല്ലാം ചില സമയത്ത് ഗ്ലോമർലോനെഫ്രൈറ്റിസിൽ പിന്നെ പ്രോട്ടീനും ബ്ലഡ് എല്ലാം വരുന്നതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും. എന്നാലും ഈ ഡയബറ്റിസ് ഇൻസിപ്പിഡസിലാണെങ്കിലും ഡയബറ്റിസ് ഇൻസിപ്പിഡസിൽ യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ 1.010 അതുപോലെ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിലെല്ലാം ഫിക്സഡ് ആയിട്ട് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയില്ല, ഡയലൂട്ട് ചെയ്യാനും കഴിയാത്തതുകൊണ്ട് 1.010 ഫിക്സഡ് ആയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ് ഐസോസ്റ്റെനൂറിയ. ഇതിൽ താഴെ വരുമ്പോൾ നമ്മൾ ഹൈപ്പോസ്റ്റെനൂറിയ എന്ന് പറയും. 1.030 കൂടുതൽ വന്നാൽ നമ്മൾ ഹൈപ്പർസ്റ്റെനൂറിയ എന്ന് പറയും കണ്ടീഷൻ. പിന്നെ ഒലിഗൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് യൂറിൻ ഔട്ട്പുട്ട് ലെസ് ദാൻ 600 ml per day ആണ് ഒലിഗൂറിയ എന്നുള്ള കണ്ടീഷൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കണ്ടീഷൻ വുഡ് മോസ്റ്റ് ലൈക്ലി കോസ് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഡീഹൈഡ്രേഷൻ, ക്രോണിക് റീനൽ ഫെയിലിയർ, യൂറിനറി ഒബ്സ്ട്രക്ഷൻ. ഏത് കണ്ടീഷനിലാണ് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി യൂറിന് വരും? Dehydration. ഓക്കെ, ഡീഹൈഡ്രേഷൻ. അപ്പോ ഡയബറ്റിസ് ഇൻസിപ്പിഡസിൽ എന്ത് സംഭവിക്കുക? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. കാരണം യൂറിനിൽ ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ, നമ്മുടെ ബ്ലഡിൽ ആന്റി ഡൈയൂററ്റിക് ഹോർമോണിന്റെ ആക്ഷൻ നമ്മുടെ ബോഡിക്കകത്ത് കിഡ്നിക്കകത്ത് നടക്കാത്തതുകൊണ്ട് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കില്ല. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ വാട്ടർ റീഅബ്സോർബ് ചെയ്തിട്ടാണ് യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കിഡ്നി ട്യൂബ്യൂൾസിൽ വെച്ചിട്ട് ആക്ടിവിറ്റി നടക്കാത്ത കാരണം ഒരുപാട് വാട്ടർ ലോസ് ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് നല്ല ദാഹം ഉണ്ടായിരിക്കും, നമ്മൾ വെള്ളം കുടിക്കും. കുടിക്കുന്നതൊക്കെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്തു. അങ്ങനെയുള്ളവർക്ക് പോളി യൂറിയാണ് വരിക. അങ്ങനെ വരുമ്പോൾ വാട്ടർ കണ്ടന്റ് ഒരുപാട് പോകുന്നതുകൊണ്ട് അതിനകത്തുള്ള യൂറിനകത്തുള്ള സൊല്യൂട്ട് ഡയലൂട്ട് ആവുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഹൈപ്പോസ്റ്റെനൂറിയാണ് വരെ, ഒരിക്കലും ഹൈപ്പർസ്റ്റെനൂറിയ അല്ല. ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ യൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയാണ്. അത് ഫെയിൽ ആവുമ്പോഴും ഐസോസ്റ്റെനൂറിയ കാണുന്ന ഒരു കണ്ടീഷനാണ് ക്രോണിക് റീനൽ ഫെയിലിയർ. ഒരിക്കലും ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ല കാണുക. ദെൻ യൂറിനറി ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ
യൂറിൻ വോള്യത്തിനെയാണ് അഫക്റ്റ് ചെയ്യുക, ഒരിക്കലും യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ല. എന്തെങ്കിലും കാരണം കൊണ്ട് ഒബ്സ്ട്രക്ഷൻ വരികയാണ് യൂറിനറി ട്രാക്റ്റിനെങ്കിൽ അവിടെ സംഭവിക്കുന്ന യൂറിൻ ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റ് ആവുന്നതിനപ്പുറം അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ചേഞ്ചസ് ഒന്നും വരില്ല. പിന്നെ ഡീഹൈഡ്രേഷനിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവിടെ നോർമൽ യൂറിൻ തന്നെയായിരിക്കും, അതിൽ കൂടുതൽ പ്രോട്ടീനോ ലിപ്പിഡ്സോ കാർബോഹൈഡ്രേറ്റ്സോ അങ്ങനെ ഒരു സാധനങ്ങളോ കീറ്റോൺ ബോഡീസോ ഒന്നും എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ഡീഹൈഡ്രേഷൻ കാരണം നമ്മുടെ ബോഡി നോർമൽ ADH ഫംഗ്ഷൻ എല്ലാം വരുമ്പോൾ വാട്ടർ കണ്ടന്റ് ബോഡിയിൽ കുറയുമ്പോൾ യൂറിന് മാക്സിമം റീഅബ്സോർവ് ചെയ്ത് യൂറിനെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ രാത്രി ഒന്നും നമ്മൾ അധികം വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് ഏർലി മോർണിംഗ് യൂറിൻ ഭയങ്കര കളേർഡ് ആയിട്ട് ഹൈലി കോൺസെൻട്രേറ്റഡ് ആവുന്ന കാരണം രാത്രി വെള്ളം നമ്മൾ കുടിക്കായിരിക്കും. ഒരു തവണ എണീറ്റ് കുടിക്കും, ചിലപ്പോൾ 2 തവണ എണീറ്റ് കുടിക്കുന്നുണ്ടാവും. നോർമൽ ഉള്ളവർക്ക് പറയുന്നത്. ചില ആൾക്കാർ ചിലപ്പോൾ ഉണരാത്ത ആൾക്കാരുണ്ടെങ്കിൽ രാത്രി യൂറിൻ ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ നമ്മുടെ യൂറിൻ ബ്ലാഡറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കിഡ്നി മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനെ ബ്ലാഡറിലേക്ക് എത്തിക്കൂ. അങ്ങനെ വരുമ്പോൾ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി സീൻ ഇൻ ഡീഹൈഡ്രേഷൻ. ഡയബറ്റിസ് മെലിറ്റസ് എന്നതിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏതായിരിക്കും ആൻസർ? ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് പകരം ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് ഓപ്ഷൻ എങ്കിൽ ഡീഹൈഡ്രേഷനേക്കാൾ കൂടുതൽ പോസിബിലിറ്റി ഡയബറ്റിസ് മെലിറ്റസിനാണ്. കാരണം ഡയബറ്റിസ് മെലിറ്റസിൽ ഈ ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് വരിക. സോ അതേപോലെ നെഫ്രോട്ടിക് സിൻഡ്രോം എന്നാലും ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി വരിക. ഡയബറ്റിസ് മെലിറ്റസിനേക്കാൾ കൂടുതൽ സ്പെസിഫിക് ഗ്രാവിറ്റി നെഫ്രോട്ടിക് സിൻഡ്രത്തിൽ വരും. കാരണം കാർബോഹൈഡ്രേറ്റ് മോളിക്യൂളിനെ പോലെയല്ല പ്രോട്ടീൻ മോളിക്യൂൾ, ആൽബുമിനെല്ലാം ലാർജ് മോളിക്യൂൾസ് ആണ്. കൂടുതൽ എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മിൽക്കി കളേർഡ് യൂറിൻ വരെ കാണാൻ ചാൻസ് ഉണ്ട്. അത്രയും ടർബിഡ് യൂറിൻ ആയിരിക്കും. അതിനനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി വളരെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the function of adding acetic acid in the heat and acetic acid test? അല്ലെങ്കിൽ what is the role of acetic acid in heat and acetic acid test? To dissolve false positive phosphorus, to precipitate protein, to neutralize alkaline urine, to enhance the sensitivity of the test. To dissolve false positive. To dissolve false positive phosphorus. സോ വേറെ അസിറ്റിക് ആസിഡിന് അവിടെ യാതൊരു റോളും ഇല്ല. ആ pH-ലേക്ക് ചേഞ്ച് വരുത്തിയിട്ട് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ആക്ച്വലി അവിടെ പ്രോട്ടീനെ അസിറ്റിക് ആസിഡ് കൊയാഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴും ആ പ്രസിപ്പിറ്റേറ്റ് ആദ്യം വരുന്നുണ്ട്. അസിറ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റില് സെൻസിറ്റിവിറ്റി അല്ല എൻഹാൻസ് ചെയ്യുന്നത്. ടു എൻഹാൻസ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി അല്ല. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും അതിനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് സെൻസിറ്റിവിറ്റി എന്ന് പറയാൻ പറ്റും. അതിനപ്പുറം കുറച്ചുകൂടി അതിനെ ആസിഡ് pH കൂടി വരുമ്പോൾ കുറച്ചുകൂടി ആ പ്രോട്ടീൻ കോയഗുലേഷൻ സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആക്ച്വലി അവിടെ അസിറ്റിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഡിസോൾവ് ഫാൾസ് പോസിറ്റീവ് ഫോസ്ഫറസ്. പ്രോട്ടീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അസിറ്റിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഒരു കളർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടി ഹീറ്റ് ചെയ്യും, കുറച്ചുകൂടി ടർബിലിറ്റി വരും. ഒന്നുകൂടി നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ പ്രസിപ്പിറ്റേറ്റ് കൂടുതലാവുന്ന കാണാറുണ്ട്. അപ്പൊ അസിറ്റിക് ആസിഡ് അവിടെ ഒരു അസിഡിക് pH കൊടുത്തിട്ട് പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാൾസ് പോസിറ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസിനെ കണ്ടുപിടിക്കൽ തന്നെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. 10th question, which of the following condition will not cause proteinuria? Which of the following condition will not cause proteinuria? Nephrotic syndrome, pyelonephritis, diabetes mellitus, hypercalcemia. ഏത് കണ്ടീഷനിലാണ് പ്രോട്ടീനൂറിയ വരാത്തത്? വിൽ നോട്ട് കോസ്. നെഫ്രോട്ടിക് സിൻഡ്രോത്തിൽ സിവിയർ പ്രോട്ടീനൂറിയ ആയിരിക്കും ഉണ്ടായിരിക്കുക. 4+ നമുക്ക് ഉറപ്പാണ് കിട്ടുക. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 3.5 gram per day ഒക്കെ എക്സ്ക്രീഷൻ വരും ഡ്യൂ ടു ഗ്ലോമറുലാർ ഡാമേജ്. അതുകൊണ്ട് തന്നെയാണ് പ്രോട്ടീനും ലിപ്പിഡ്സും എല്ലാം എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിൽ നോട്ട് എന്നുള്ള ടേം വരുന്നതുകൊണ്ട് ഇത് ആൻസർ അല്ല. കാരണം ഇത് ഹൈ പ്രോട്ടീനൂറിയ കോസ് ചെയ്യും.
Then pyelonephritis. Pyelonephritis എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ടു ദ നെഫ്രോൺസ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് WBCസും അതുപോലെ ഇൻഫ്ലമേറ്ററി പ്രോട്ടീൻസ് ഒക്കെ വരുന്നുണ്ട്. അതിലും പൈലോനെഫ്രൈറ്റിസിലും പ്രോട്ടീൻ എക്സ്ക്രീഷൻ കൂടുതൽ വരും. മൈൽഡ് പ്രോട്ടീനൂരിയെങ്കിലും പൈലോനെഫ്രൈറ്റിസിൽ ഇൻഫ്ലമേഷൻ കാരണം ഇൻഫ്ലമേറ്ററി പ്രോട്ടീൻസ് എല്ലാം കാരണം വരാം. അപ്പൊ അതും ഈ ക്വസ്റ്റിന്റെ ആൻസർ അല്ല. ദെൻ ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസിൽ നമുക്ക് എന്താ പറയുക, ആക്ച്വലി ആൽബുമിൻ എക്സ്ക്രീഷൻ വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഡയബറ്റിക് പേഷ്യന്റില് മൈക്രോ പ്രോട്ടീൻ ചെയ്യുന്നത്, മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ഡയബറ്റിസ് മെലിറ്റസിൽ പ്രോട്ടീൻ എക്സ്ക്രീഷൻ. ഡയബറ്റിസ് മെലിറ്റസ് വരുമ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി, ഡയബറ്റിസ് അൺകൺട്രോൾഡ് ഡയബറ്റിസ് വരുമ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി, ഡാമേജ് ടു ദ കിഡ്നി അല്ലെങ്കിൽ നെഫ്രോൺസിന് ഡാമേജ് വരുമ്പോൾ അതിലൂടെ ഗ്ലൂക്കോസ് മോളിക്യൂൾ എക്സ്ക്രീറ്റ് ചെയ്യും. ആ സമയത്ത് ഡാമേജ് വരുമ്പോൾ ഗ്ലൂക്കോസ് ഓൾറെഡി എക്സ്ക്രീറ്റ് ചെയ്യും, പ്രോട്ടീൻ മോളിക്യൂൾ കൂടി എക്സ്ക്രീറ്റ് ചെയ്യും. അതുകൊണ്ട് ഡയബറ്റിസ് മെലിറ്റസ് ഓൾസോ കോസ് പ്രോട്ടീനൂറിയ. പിന്നെ ഹൈപ്പർ കാൽസീമിയ ഒരിക്കലും പ്രോട്ടീൻ എക്സ്ക്രീഷൻ ഒന്നും അവിടെ ഉണ്ടാക്കുന്നില്ല. അവിടെ ഉണ്ടാക്കുന്നത് അത് സിഗ്നിഫിക്കന്റ് പ്രോട്ടീനൂറിയ ഒരിക്കലും കോസ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് നെഫ്രോ കാൽസിനോസിസ് എന്ന് പറയും. നെഫ്രോ കാൽസിനോസിസ്, കാൽഷ്യം ഡെപ്പോസിഷൻ ഇൻ കിഡ്നി. അതിന് നെഫ്രോ, കിഡ്നി ആവുമ്പോൾ റിലേറ്റ് ചെയ്യുമ്പോൾ നെഫ്രോ എന്നുള്ള ടേം കാൽസിനോസിസ് എന്ന കണ്ടീഷൻ കോസ് ചെയ്യും. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ വിൽ നോട്ട് കോസ് പ്രോട്ടീനൂറിയ ഈസ് hypercalcemia. Okay, next question. A patient's urine sample turned purple with a Rothra's. What does it indicate? Presence of bile salt, presence of hemoglobin, presence of ketone body, presence of myoglobin. Presence of ketone bodies. Presence of ketone bodies. അതിൽ ഡൗട്ട് ഒന്നുമില്ല. റോത്രാസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പർപ്പിൾ കളർ റിംഗ് പ്രൊഡ്യൂസ് ചെയ്യും അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ammonia, liquor ammonia and urine. Next question. A patient's urine is dark brown and the test positive for hemoglobin. Which is the most likely cause? Urine dark brown and the test positive for hemoglobin. Then what is the most likely cause? Glomerulonephritis, hemolytic anemia, diabetes mellitus, nephrotic syndrome. Hemolytic anemia. Hemolytic anemia ആണ് ആൻസർ. കാരണം ഹീമോലൈറ്റിക് അനീമിയ വരുമ്പോൾ RBC മെംബ്രെയിൻ ഡിഫക്റ്റ് കാരണം ഒരുപാട് RBC ലൈസ് ആവും. അങ്ങനെ വരുമ്പോൾ ഹീമോഗ്ലോബിൻ റിലീസ് ചെയ്യും. ഈ ഹീമോഗ്ലോബിൻ അതില് ഡാർക്ക് ബ്രൗൺ കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഹീമോഗ്ലോബിനൂറിയയില് ഡാർക്ക് ബ്രൗൺ കളർ വരും. ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹെമച്ചൂറിയാണ് വരിക. ഗ്ലോമറുലോനെഫ്രൈറ്റിസിൽ അതാണ് ഡിഫറൻസ്. കൺഫ്യൂഷൻ വരരുത്. ഗ്ലോമറുലോനെഫ്രൈറ്റിസിൽ ഇൻടാക്ട് RBCs ആണ് യൂറിനിലൂടെ പാസ് ചെയ്ത് വരിക. നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് RBC കാണും. അതാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. അത് റെഡ് കളറിലായിരിക്കും യൂറിന് കളർ വരിക. റെഡ് കളറാണ്, ഒരിക്കലും ഡാർക്ക് ബ്രൗൺ കളർ അല്ല. പിന്നെ ഡയബറ്റിസ് മെലിറ്റസ് ഹെമച്ചൂറിയ ഒരിക്കലും കോസ് ചെയ്യില്ല, ഗ്ലൈക്കോസൂറിയാണ് കോസ് ചെയ്യുക. അതേപോലെ നെഫ്രോട്ടിക് സിൻഡ്രം പ്രോട്ടീനൂറിയാണ് കോസ് ചെയ്യുക, ഒരിക്കലും ഹീമോഗ്ലോബിനൂറിയ അല്ല. ഹീമോഗ്ലോബിനൂറിയ വരുമ്പോഴാണ് നമ്മുടെ യൂറിന് ഡാർക്ക് ബ്രൗൺ കളർ വരിക. സോ ഹീമോലൈറ്റിക് അനീമിയാണ് അതിന്റെ ആൻസർ. Next question. Which of the following cause oliguria less than 400 ml per day? അതാണ് oliguria less than 100 ml പോകുമ്പോഴേക്കാണ് അത് അനൂറിയ ആയിട്ട് മാറുക. Which of the following cause oliguria? Diabetes mellitus, febrile stage, acute tubular necrosis and diuretic therapy. Febrile stage. അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസിൽ നമുക്ക് അനൂറിയ വരാം. ഏർലി സ്റ്റേറ്റിൽ, സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ ഒളിഗൂറിയ വരാം. പക്ഷെ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യുമ്പോൾ നമുക്കത് കണ്ടീഷൻ വരിക അനൂറിയ ആണെന്നുള്ള കണ്ടീഷനാണ് വരിക. അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ്, ട്യൂബ്യൂൾസിന്റെ കിഡ്നി ട്യൂബ്യൂൾസിന് പെട്ടെന്നുള്ള സഡൻ ആയിട്ടുള്ള നെക്രോസ് വരും. അപ്പൊ അത് കോസ് ചെയ്യുക അനൂറിയാണ്, നോട്ട് ഒളിഗൂറിയ. അല്ലെങ്കിൽ ഏർലി അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒളിഗൂറിയ ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ അക്യൂട്ട് ട്യൂബുലാർ നെക്രോസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ
നമുക്ക് കോസ് ചെയ്യുന്നത് അനൂറിയ ആയിരിക്കും. ഡയൂററ്റിക് തെറാപ്പി കൊടുത്താൽ ഒരിക്കലും ഒളിഗൂറിയ അല്ല വരിക, പോളിയൂറിയാണ് വരിക. അതുപോലെ ഡയബറ്റിക് മെലിറ്റസിൽ പോളിയൂറിയാണ് വരിക. സോ ഫെബ്രൈൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഒരു പനിയെല്ലാം വന്നിട്ട് ഒരു വിറയലോട് കൂടി ഒരു പനിയെല്ലാം സമയത്ത് നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കുറയും. യൂറിൻ ഔട്ട്പുട്ട് കുറയാൻ കാരണം ഫ്ലൂയിഡ് ലോസ്, സ്വെറ്റിങ്ങിലൂടെ, വേർപ്പിലൂടെയൊക്കെ പനി വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് കൂടുതൽ വാട്ടർ കണ്ടന്റ് ആവശ്യം വരും. അതുകൊണ്ടാണ് ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അങ്ങനെ ആ പനി വരുന്ന സമയത്ത് ഫെബ്രൈൽ സ്റ്റേറ്റില് സ്വെറ്റിലൂടെ ഒരുപാട് ഫ്ലൂയിഡ് ലോസ് വരും. അതുകൊണ്ട് യൂറിൻ ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഒളിഗൂറിയ കോസ് ചെയ്യും. 600 to 1500 ml വരെയാണ് നോർമൽ യൂറിൻ ഔട്ട്പുട്ട്. പക്ഷെ നമ്മൾ നോർമലി പറയുക ഏകദേശം 800 to 1200 ml എന്ന് പറയും നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വൽ യൂറിൻ ഔട്ട്പുട്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ്, സെക്സ്, എവറിത്തിങ്. അതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് വരും യൂറിൻ ഔട്ട്പുട്ട് വരിക. പക്ഷെ നമുക്ക് ഒരു ക്ലിനിക്കൽ സെറ്റിംഗിൽ വൈഡ് ആയിട്ട് 600 മുതൽ 2000 ml വരെ നോർമൽ എന്ന് പറയാം. അപ്പോൾ 600-ൽ താഴെ വന്ന് 400-ന്റെ അടുത്തൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ ഒളിഗൂറിയ പറയുക. ദെൻ 100 ബിലോ പോകുമ്പോഴാണ് അനൂറിയ എന്നുള്ള കണ്ടീഷൻ വരിക. അപ്പൊ ഫെബ്രൈൽ സ്റ്റേറ്റിൽ പനിയെല്ലാം വരുന്ന സമയത്ത് ബോഡിയിൽ കൂടുതൽ വേർപ്പിലൂടെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കൂടുതലാവുന്നതുകൊണ്ട് കൂടുതൽ വെള്ളം യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് ഒളിഗൂറിയ കോസ് ചെയ്യാനുള്ള കാരണം ഒരെണ്ണം ഇതാ വരിക. അക്യൂട്ട് ട്യൂബുലർ നെക്രോസിസ് ആണ് ഇതിൽ കുറച്ചൊരു പോസിബിലിറ്റി വരുന്നത്. പക്ഷെ ഏർലി സ്റ്റേജ് ഓഫ് അക്യൂട്ട് ട്യൂബുലർ നെക്രോസിൽ മാത്രമാണ് ഒളിഗൂറിയ വരിക. അത് അഡ്വാൻസ് ചെയ്യുന്നതോറും അനൂറിയയിലേക്ക് എത്തും നമ്മുടെ ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ of Benedict test for glucose? Reduction of copper sulfate to cuprous oxide, protein coagulation upon heating, precipitation of albumin, color reaction with ketones. Reduction of copper sulfate to cuprous oxide. കോപ്പർ സൾഫേറ്റ് നമ്മുടെ ബെനഡിക് റിയേജന്റിലെ കോപ്പർ സൾഫേറ്റിനെ ഗ്ലൂക്കോസ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കുപ്രസ് ഓക്സൈഡ് ആയി മാറ്റും. കുപ്രസ് ഓക്സൈഡിന്റെ കളറാണ് റെഡ് കളർ വരിക. സോ എത്രത്തോളം ഗ്ലൂക്കോസ് പ്രസന്റ് ആണോ അത്രത്തോളം റിഡക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ബ്രിക്ക് റെഡ് കളർ വരെ വരും. ഇല്ലെങ്കിൽ നമുക്കത് ജസ്റ്റ് ബ്ലൂ കളർ സൊല്യൂഷൻ ഗ്രീൻ വരും, യെല്ലോ വരും, ഓറഞ്ച് വരും, റെഡ് വരും. അത് അതിന്റെ അളവിനനുസരിച്ചാണ് വരിക, റിഡക്ഷൻ അനുസരിച്ചാണ് വരിക. സോ റിഡക്ഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ടു കുപ്രസ് ഓക്സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഫാൾസ് പോസിറ്റീവ് കോസ് ഫോർ സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റ്? What is a false positive cause for sulfosalicylic acid test? Very dilute urine, presence of radiographic dyes, pyelonephritis, ketone bodies in urine. Presence of radiographic dyes. Presence of radiographic dyes. Okay. അപ്പോൾ very dilute urine എന്താ കോസ് ചെയ്യുക? യൂറിൻ വളരെ ഡയലൂട്ട് ആയി കഴിഞ്ഞാൽ പേഷ്യന്റിന് സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റിൽ എന്ത് സംഭവിക്കും? പേഷ്യന്റ് പ്രോട്ടീനൂറിയുള്ള ഒരാളാണ്. യൂറിൻ ഒരുപാട് ഡയലൂട്ട് ആവുമ്പോൾ എന്താണ് സംഭവിക്കുക സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റിൽ? false negative. സൾഫോസാലിസിലിക് ആസിഡ് ടെസ്റ്റിൽ ഡയലൂട്ട് യൂറിൻ വന്നാൽ നമുക്ക് സംഭവിക്കുക ഫോൾസ് നെഗറ്റീവ് ആണ്. ഫോൾസ് നെഗറ്റീവ് റിയാക്ഷൻ ആണ് നമുക്ക് കിട്ടുക. ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് ആണ് ഇതിൽ വരിക. ഫാൾസ് പോസിറ്റീവ് അല്ല. പ്രസൻസ് ഓഫ് റേഡിയോഗ്രാഫിക് ഡൈ ആണ് കറക്റ്റ് ആൻസർ. പയലോനെഫ്രൈറ്റിസിൽ ഒരുപാട് ആൽബുമിൻ എല്ലാം റിലീസ് ചെയ്യുന്നതുകൊണ്ട് സൾഫോസാലിസിലിക് ആസിഡ് പോസിറ്റീവ് തന്നെ കിട്ടും. കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ ഇതിന് റെലവെന്റ് അല്ല, നോട്ട് പ്രോട്ടീൻ അല്ല വരെ. ഇത് ഇവിടെ വരിക പയലോനെഫ്രൈറ്റിസ് കോസിങ് ട്രൂ പ്രോട്ടീനൂറിയാണ്. പ്രോട്ടീനൂറിയ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ presence of radiographic dye is the right answer. Then നമുക്ക് wind up ചെയ്യാം. അപ്പോൾ താങ്ക് യു all.